ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ പാസ്റ്റർ ഡാനിയൽ നീലഗിരിയുടെ പ്രഭാത വന്ദനം. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു? നിങ്ങൾ സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഞങ്ങൾ തെലങ്കാനയിലായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടായിരുന്നു. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ആമേൻ. ഏകദേശം 8-9 ദേവദാസന്മാർ ഞങ്ങൾ ഒരുമിച്ച് പലയിടങ്ങളിൽ ശുശ്രൂഷിപ്പാൻ കർത്താവ് നമുക്ക് അവസരമൊരുക്കി. ഒരുപാട് പേരെ പരിചയപ്പെടാനും ഒരുപാട് രസകരമായ കാഴ്ചകളും അപ്പോൾ തന്നെ കണ്ണു നനയിക്കുന്ന കാഴ്ചകളും ഒക്കെ കാണാനിടയായി. ചില ആൾക്കാർ ദൈവസന്നിധിയിലേക്ക് പോകാൻ ഈ ദിവസം തന്നെയാണ് ദൈവം തീരുമാനിച്ചത്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ വയ്യാതെ കിടക്കുകയാണ്. അത് നമുക്ക് കണ്ടപ്പോൾ നമുക്ക് വിഷമം തോന്നി. ഞാൻ രാവിലെ അന്നേരം തന്നെ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് നാളെ രാവിലെ 5 മണിക്ക് ഇവരെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. രാവിലെ 7 മണിയായപ്പോഴത്തേക്ക് ആ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു. അവരുടെ അച്ചായൻ മരിച്ചു. വൈകിട്ട് 3 മണിക്കാണ്. ഉടനെ ഞങ്ങൾ 8 മണിയായപ്പോഴത്തേക്ക് അവിടെ ചെന്നു. പ്രാർത്ഥിച്ചിട്ട് വൈകുന്നേരം 3 മണിക്കത്തേക്ക് ആ ഫ്യൂണൽ സർവീസ് വെച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരുപാട് ശുശ്രൂഷകൾ. നമ്മുടെ നാവിൽ ദൈവം ജീവനും മരണവും അധികാരം നമ്മുടെ നാവിൽ ദൈവം തന്നിരിക്കുക. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചാൽ അത് നമ്മുടെ മേൽ ഒരു അധികാരം ദൈവം തന്നിരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ അധികാരം ഒരിക്കലും നമ്മൾ കളയരുത്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, വിശ്വസ്തയോടെ ഏൽപ്പിച്ചിരിക്കുന്ന ആ അധികാരം നമ്മൾ കളയരുത്. നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ പറയും അല്ലേ? നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ചിലർ പറയും അദ്ദേഹം ഇങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു, അയ്യോ ഭയങ്കര സെറ്റപ്പായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നമ്മളെക്കുറിച്ച് ആളുകൾ നല്ല കാര്യം പറയുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ പറയുന്നതെല്ലാം സത്യമായിരിക്കണം എന്നാണ് ഞാനീ പറയുന്നത്. സത്യമായിരിക്കും. ഇപ്പം നിങ്ങൾ എന്നെക്കുറിച്ച് പറയാം, ഞാൻ മരിച്ചു കിടക്കാമെന്ന് വെച്ചു. നിങ്ങൾ എന്നെക്കുറിച്ച് പറയാം, ഡാനിയൽ നീലഗിരി ഒരു നല്ല മനുഷ്യനായിരുന്നു, എല്ലാ ദിവസവും ഞങ്ങൾക്ക് വീഡിയോ അയച്ചു തരും, ആമേൻ, അനേക ഇടങ്ങളിൽ കർത്താവിന് പ്രയോജനപ്പെട്ടു എന്നൊക്കെ നിങ്ങൾ പറയുന്നത് സത്യം തന്നെയാണ്. പക്ഷേ ഞാൻ എത്ര പേരെ കരയിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ എത്ര പേരുടെ മനസ്സ് വിഷമിപ്പിച്ചു, ഞാൻ എത്ര പേർക്ക് തലവേദന ഉണ്ടാക്കി. ഞാനൊരു വാക്ക് പറഞ്ഞായിരുന്നെങ്കിൽ ആ കുടുംബത്തിൽ അടി നടക്കിയായിരുന്നു. പക്ഷേ ഞാൻ മിണ്ടിയില്ല. പിടി കിട്ടിയോ? എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നോടൊപ്പം സഹകരിക്കുന്ന ദൈവദാസന്മാർ പിന്നീട് ഒരിക്കലും സഹകരിക്കാത്ത വിധത്തിലായിരുന്നു എൻ്റെ സ്വഭാവമെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കൊരാളെക്കുറിച്ച് എന്ത് പറയാൻ പറ്റും? നിങ്ങൾ പറ. അച്ഛനത് പറഞ്ഞായിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നം നടക്കുകയില്ലായിരുന്നു. അല്ലെങ്കിൽ അച്ഛൻ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ ആ പ്രസ്ഥാനത്തിൽ നിന്ന് മാറിയല്ലായിരുന്നു. അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ? എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ആ മനുഷ്യൻ ഇടപെടേണ്ട സമയത്ത് ഇടപെട്ടില്ല, കണ്ണടച്ചു വിട്ടു. ഒരുപാട് പേരെ കരയിച്ച ഒരുപാട് ശുശ്രൂഷകന്മാരുണ്ട്. അവരൊരുപാട് പേരെ കരയിച്ചു. വ്യക്തിപരമായിട്ട് സംസാരിച്ച് നോക്കിയും അവർ പറയും, അയ്യോ ഞങ്ങൾക്കുണ്ടാക്കിയ വേദന ഭയങ്കര. പക്ഷെ മരിച്ചു കിടക്കുമ്പോൾ നമ്മളിതെല്ലാം പറയും, അയ്യോ ഭയങ്കര സെറ്റപ്പായിരുന്നു, അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ സത്യം എന്താണെന്നുള്ളത് ഈ മരണ വീട്ടിലാണല്ലോ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നത്. നിങ്ങൾക്കറിയാമോ? മരണ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ കള്ളം പറയുന്നത് അവിടെയാണ്. ഇദ്ദേഹം അങ്ങോട്ട് പോയി കർത്താവിൻ്റെ സന്നിധിയിലോട്ട് എടുക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇതിനൊന്നും പ്രൂഫൊന്നുമില്ല. പിന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ നരകത്തിൽ ഇപ്പോൾ പിശാചി പോലും അങ്ങോട്ട് കയറ്റിയാണെന്ന് എൻ്റെ ചിന്ത. കാരണം പിശാചിനെ കടത്തി വെട്ടുന്ന ടൈപ്പിലായിരുന്നു ജീവിതം. പിന്നെ അല്ലേലിയ സ്വത്രവും പ്രാർത്ഥനയും പ്രസംഗവും ഒക്കെ ഉണ്ടായിരുന്നേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന സഹോദരിമാരെ നമ്മളെക്കാളും ഡീസൻ്റായിട്ട് പ്രസംഗിക്കുന്ന ആളാണ് ചെകുത്താൻ. അറിയോ? നമ്മളെക്കാളും നല്ലതായിട്ട് പ്രസംഗിക്കും. കർത്താവിൻ്റെ അടുക്കൽ വചനമായിട്ടാണ് വന്നത്. നല്ല വചനത്തിൽ നിന്ന് കോട്ട് ചെയ്താൽ സംസാരിക്കുക അല്ലേ? നമ്മൾ പറയുന്നില്ലേ, ഞാൻ KJV നിന്ന് കോട്ട് ചെയ്താൽ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ പോലെ. എന്തായാലും പിശാച് ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നമ്മളെക്കുറിച്ച് ആളുകൾ പറയുമ്പോൾ നമ്മൾ എത്ര പേരെ കരയിച്ചിട്ടുണ്ട്, എത്ര പേരെ വിഷമിപ്പിച്ചിട്ടുണ്ട്, എത്ര പേരുടെ വെറുപ്പ് സമ്പാദിച്ചിട്ടുണ്ട്, എത്ര പേരെ നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഇനിയുള്ള കാലത്തെങ്കിലും ചില ആൾക്കാർ പറയുന്നുണ്ട്, ആ മനുഷ്യനൊരു വല്ലാത്ത ടൈപ്പാണ് കേട്ടോ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ചിലർ പറഞ്ഞു കേട്ടില്ലേ, അയ്യോ അയാളുടെ കൂടെ നടക്കാൻ കൊള്ളിയല്ല പറയത്തില്ലേ? ചിലർ പറഞ്ഞു കേട്ടോ, അയ്യോ 5 പൈസ ഇറക്കത്തില്ല, കഞ്ചൂസിൻ്റെ കഞ്ചൂസാണ് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഞാനൊരാളെക്കുറിച്ച് പറയാം. പേര് പറയുന്നില്ല. പേര് പറഞ്ഞാൽ മിക്കവാറും ആൾക്കാർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പറയാം.
ഞാനിത് പറയുമ്പോൾ തന്നെ അതിനകത്ത് ആ സംഭവത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് കേൾക്കുന്നുണ്ട്, അവർക്കൊക്കെ ചിരിയും വരും. നിങ്ങൾ ചിരിക്കരുത്. ഒരിക്കലും ഒരു സ്ഥലത്ത് ഞാൻ ഒരു മീറ്റിങ്ങിൻ്റെ വാൾ പോസ്റ്റ് ഒട്ടിക്കാൻ പോയി രാത്രിയിൽ. അപ്പോൾ ഞാനവിടെ ആ മീറ്റിങ്ങുമായിട്ട് സംബന്ധപ്പെട്ട ആളല്ല ഞാനവിടെ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നതാണ്. അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കൺവെൻഷൻ നടക്കുകയാണ്, നമുക്കൊന്ന് നോട്ടീസ് ഒട്ടിക്കാൻ പോയാലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നോട്ടീസ് ഒട്ടിക്കാൻ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ പ്രിയരെ ഇതിൻ്റെ സംഘാടകൻ അവിടെ രാത്രി ഒരു 11 മണിയായപ്പോൾ വന്നിട്ട് പറയാം, ഞാനേ ഒന്നും കഴിച്ചില്ല, നിങ്ങൾ പൊട്ടിക്ക് കേട്ടോ, ഞാൻ 2 ദോശ കഴിച്ചിട്ട് കേട്ടെന്ന് പറഞ്ഞു. ആ കൂടെ ഞങ്ങളുടെ കൂടെ ഒരു പോലീസ് ഓഫീസറുണ്ട്, അയാളും ഞങ്ങളുടെ കൂടെ പൊട്ടിക്കുക. എന്തിനു പറയാൻ, ആ പോലീസ് ഓഫീസർക്ക് ദേഷ്യം വന്നു. കാരണം 5 മണി മുതൽ ഒട്ടിച്ച് വരുന്ന ആൾക്കാരാണ് ഞങ്ങളല്ല. ആ പുള്ളിക്കാരൻ ഞങ്ങളെ ആരോട് ചായ കുടിക്കുന്നതെന്ന് പോലും ചോദിച്ചില്ല. ഇതാണ് ഇപ്പോൾ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം കർത്താവിൻ്റെ ദാസൻ ബെസ്റ്റിന് എനിക്കൊരു ചായ കൊണ്ടുതന്നു. അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അന്നേരം എനിക്ക് കൊണ്ടുതന്നു. എന്തായാലും ചായ കുടിക്കുന്നതെന്ന് പോലും ചോദിച്ചില്ല. അദ്ദേഹം അതിന് പോലും തുനിഞ്ഞില്ല. ഉടനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ പറയാ, ആ ദേവാസം പറയുകയാണേ, അയ്യോ 5 പൈസ ഇറക്കിയായിരുന്നു. സത്യമാണ് എൻ്റെ പ്രിയരെ, നിങ്ങൾ 5 പൈസ കൊണ്ടുപോയില്ലേ ഇവിടെ നിന്ന് എങ്ങോട്ട് നിങ്ങൾ 1 രൂപ കൊണ്ടുപോകാൻ പോകുന്നില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ നല്ല ജീവിതം, നമ്മുടെ നല്ല ലൈഫ്, നമ്മുടെ നല്ല സ്വഭാവം, നമ്മൾ ആരെയും കരയിക്കാതെ, ആരെയും വെറുപ്പിക്കാതെ സുവിശേഷ വില ചെയ്ത് നോക്കി. കുറച്ച് ചില കഷ്ടപ്പെടേണ്ടി വരും കേട്ടോ. നമ്മുടെ കൂടെ 10 പേര് ആ ദേവദാസൻ്റെ കൂടെ എനിക്കൊന്ന് ഉപവസിക്കണമെന്ന് ഒന്ന് പറയണമെങ്കിൽ തന്നെ നമ്മുടെ സ്വഭാവം നന്നായിരിക്കും. അതുകൊണ്ട് ഇന്ന് രാവിലെ യഹോവ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനായി മാറാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ പ്രവർത്തനത്തിന് നിങ്ങൾ എന്നോടൊപ്പം സഹകരിച്ചു, പ്രാർത്ഥിച്ചു, എല്ലാ കാര്യത്തിലും നിങ്ങൾ പിന്താങ്ങി. നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു മാസത്തേക്ക് നിങ്ങൾക്കൊരു പക്ഷേ സന്ദേശം വന്നെന്ന് വരികയില്ല, സ്തോത്രം. കാരണം ഞാൻ ഇച്ചിരി ബിസി ഷെഡ്യൂളിൽ ഓടുന്നതുകൊണ്ട് നിങ്ങളെ പ്രാർത്ഥനയുടെ പിൻബലം എനിക്ക് വേണം. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാലും ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. ദൈവത്തിൻ്റെ കൃപ പകരണമേ. ഞങ്ങളൊരു നല്ല മനുഷ്യനായിട്ട് മാറാൻ, നല്ലൊരു ആത്മീയനായിട്ട് മാറാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുക. ദൈവം കൃപ ചെയ്യണം. പ്രാർത്ഥനയുടെ നന്ദി യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, നമ്മുടെ ലൈഫ് കൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് ഒരു വ്യക്തിയെങ്കിലും ദൈവവുമായിട്ട് എടുക്കാൻ, അതിലുപരി നമ്മളുമായിട്ടൊന്ന് എടുക്കാൻ കേട്ടോ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.